2024 എന്ന ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ എല്ലാ എക്സ്പീരിയൻസുകളുടെയും പുറത്ത് പുതിയ വർഷത്തെ നോക്കിക്കാണുന്ന നമ്മളിൽ ബഹുഭൂരിപക്ഷം ആളുകളും എങ്ങനെയാണ് മോർ എഫക്റ്റീവായി 2024 കാണുന്നത് എന്ന് നമുക്ക് നോക്കാം. എയ്റ്റി 20 പ്രിൻസിപ്പിളിനെ കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. പ്രശസ്തനായ സൈക്കോളജിസ്റ്റ് പാരറ്റോയാണ് 80-20 എന്ന പ്രിൻസിപ്പിൾ ഈ ലോകത്ത് പ്രസന്റ് ചെയ്തത്. അദ്ദേഹത്തിന്റെ കൃഷിത്തോട്ടത്തിലെ ടൊമാറ്റോകളുടെ എണ്ണത്തില് 80% ടൊമാറ്റോകൾ നൽകുന്നത് 20% ടൊമാറ്റോ ചെടികളാണെന്ന് കണ്ടു. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം 80-20 പ്രിൻസിപ്പിൾ എന്ന ഒരു വലിയ പ്രിൻസിപ്പിൾ ഈ ലോകത്ത് പ്രസന്റ് ചെയ്തത്. നമ്മുടെ ലൈഫില് 80% റിസൾട്ട് തരുന്നതും 20% ആക്ടിവിറ്റി മൂലമാണ്. നമ്മുടെ ലൈഫിലെ 80% ഇൻകം നമുക്ക് കിട്ടുന്നതും ഒരു 20% റിസോഴ്സസിൽ നിന്നാണ്. ഒരുപാട് ബുക്സ് വായിക്കുന്നുണ്ട്, പക്ഷെ ഏറ്റവും കൂടുതൽ അറിവ് നമുക്ക് കിട്ടുന്നത് ഈ 20% ബുക്സുകളിൽ നിന്നാണ്. ഇതിനെ അടിസ്ഥാനമാക്കിയാണ് 80-20 റൂൾ ഈ ലോകത്ത് കൊണ്ടുവന്നത്. 80-20 റൂളുമായി ബന്ധപ്പെട്ട നമ്മൾ നോക്കുമ്പോൾ അതുപോലെ പ്രധാനപ്പെട്ട റൂളാണ് 1/99 എന്ന റൂളും. നമ്മൾക്ക് 20% ആണ് നമുക്ക് റിസൾട്ട് തരുന്നത്. ഈ 20%നെ വീണ്ടും നമ്മൾ 80-20 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ ഒരു 4% നമുക്ക് കിട്ടും. അത് 16% 4% കിട്ടും. ഈ 4%നെ വീണ്ടും നമ്മൾ 80-20 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ ഏകദേശം നിയർ ടു 1% ആണ് മോസ്റ്റ് എഫക്റ്റീവായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ 1% ഐഡന്റിഫൈ ചെയ്യുകയാണ് നമ്മളിൽ എല്ലാവരുടെയും ജീവിതത്തിൽ വരുന്ന ഏറ്റവും വലിയ ചലഞ്ചസ് എന്ന് പറയുന്നത്. ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചാൽ നമ്മുടെ ലൈഫിൽ മോർ എഫക്റ്റീവായി വർക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ നിങ്ങൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഗവൺമെന്റ് സർവീസിൽ വർക്ക് ചെയ്യുന്നവരായിക്കൊള്ളട്ടെ, അല്ല എങ്കിലും സ്റ്റുഡന്റ് ആയിക്കൊള്ളട്ടെ, ആരും ആയിക്കൊള്ളട്ടെ, ഈ 80-20 പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ട് 1/99 എന്ന പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ സാധിച്ചാൽ ജീവിതത്തിൽ ഒരു വലിയ വ്യത്യാസം ഉണ്ടാവും. എങ്ങനെയാണ് ഈ 1% നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത്? നിങ്ങൾക്ക് ഒരുപാട് ഗോളുകൾ 2024 നേടണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ഗോളുകളെല്ലാം അല്ലെങ്കിൽ ഈ ഡ്രീമുകൾ, ആഗ്രഹങ്ങളെല്ലാം നിങ്ങൾ ഒരു പേപ്പറിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഈ പേപ്പറിൽ ലിസ്റ്റ് ഔട്ട് ചെയ്ത എല്ലാ ആഗ്രഹങ്ങളും 1 മുതൽ 20 ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ട് എന്ന് കരുതുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 7 ആഗ്രഹങ്ങളെ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിൽ നിന്ന് പ്രധാനപ്പെട്ട 3 ആഗ്രഹങ്ങൾ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. ഈ ഐഡന്റിഫൈ ചെയ്ത ഈ ഗോള് അച്ചീവ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്? അത് ഒരു 20 കാര്യങ്ങൾ ആദ്യം എഴുതുക. ആ 20-ൽ നിന്ന് 7 ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. ഈ 7-ൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട 3 ആക്ടിവിറ്റികൾ നിങ്ങൾ ചെയ്യുക. ഈ 3 ആക്ടിവിറ്റികളെ ഡെയിലി നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ സാധിച്ചാൽ നമ്മുടെ ലൈഫിലെ ഗോള് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ സാധിക്കുകയും അതോടൊപ്പം തന്നെ മോർ എഫക്റ്റീവായി വർക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. ഇതിനെയാണ് ഫ്ലോ ടൈം എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം അഥവാ ലക്ഷ്യം സാധിക്കാനായി നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത പ്രധാനപ്പെട്ട 3 ആക്ടിവിറ്റീസ്, 20-ൽ നിന്ന് 7-ലേക്ക് വന്നു, 7-ൽ നിന്ന് 3-ലേക്ക് വന്നു, 3 ആക്ടിവിറ്റീസ് വളരെ പ്രാധാന്യത്തോടുകൂടി ഒരു ഹോളി അവർ എന്ന രീതിയിൽ കണക്ക് കൂട്ടിക്കൊണ്ട് ഫ്ലോ ടൈമിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു. 90 മിനിറ്റ്സ് ആണ് ഒരു ഫ്ലോ ടൈം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ആഗ്രഹം സാധിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ആക്ടിവിറ്റി, ഈ ആക്ടിവിറ്റി ഒരു തടസ്സവുമില്ലാതെ, ഒരു ഇന്ററപ്ഷനും ഇല്ലാതെ നമ്മൾ ആദ്യത്തെ 90 മിനിറ്റ്സിൽ ചെയ്യുന്നു. ഈ 90 മിനിറ്റ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ വീണ്ടും അടുത്ത 90 മിനിറ്റ്സിലേക്ക് വരുന്നു. പക്ഷേ ഒരു 20-30 മിനിറ്റ്സ് ഇന്റർവെൽ കൊടുത്തതിന് ശേഷം, കാരണം ഹൈലി ഇന്റലക്ച്വലായ കുറെ വർക്കുകൾ ഉണ്ടാവും, അല്ലെ ഹൈലി ഫിസിക്കലായ കുറെ വർക്കുകൾ ഉണ്ടാവും. ഇതിൽ നിന്ന് റെസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 20-30 മിനിറ്റ്സ് നിങ്ങൾ റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും 90 മിനിറ്റ്സിലെ ഫ്ലോ ടൈമിൽ ആഡ് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ 90 മിനിറ്റ്സ് എടുക്കുന്നു. ഈ 90 മിനിറ്റ്സ് ശേഷം 30 മിനിറ്റ്സ് റെസ്റ്റ് എടുക്കുന്നു, ഇന്റർവെൽ എടുക്കുന്നു, അതിന് ശേഷം വീണ്ടും 90 മിനിറ്റ്സ് ചെയ്യുന്നു. അങ്ങനെ ഒരു ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട 3 ഫ്ലോ ടൈമുകൾ നിങ്ങൾക്ക് ഉണ്ടാവണം. 90 മിനിറ്റ്സ് വരുന്ന പ്രധാനപ്പെട്ട ഫ്ലോ ടൈമുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഈ ഫ്ലോ ടൈം നമ്മൾ ചാർട്ട് ചെയ്യുമ്പോൾ
നമ്മളെ ഒരു രീതിയിലുള്ള ഇൻട്രപ്ഷൻസും ഉണ്ടാകാൻ പാടില്ല. അതിനിടയ്ക്ക് ചായ കുടിക്കാൻ പോകാൻ പാടില്ല, അതിനിടയ്ക്ക് മെസ്സേജ് നോക്കാൻ പാടില്ല, വാട്സാപ്പ് നോക്കാൻ പാടില്ല, സോഷ്യൽ മീഡിയ നോക്കാൻ പാടില്ല, ഒരു ഫോൺ കോൾ പോലും നമ്മളെ ഇന്ററപ്റ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഹോളി അവറായിട്ട് ഒരു 3 ഫ്ലോ ടൈം നമ്മുടെ ലൈഫിൽ ഉണ്ട് എങ്കിൽ, ഡെയിലി ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു വലിയ വ്യത്യാസം ഉണ്ടാകുകയും നമ്മൾ ഏത് ആക്ടിവിറ്റിയാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് ജോലിയാണോ ചെയ്യുന്നത് അതിനെ മോർ എഫക്റ്റീവായി ഇതിനെ കൺസിഡർ ചെയ്യാനും സാധിക്കുമെന്നുള്ളതാണ്. 90 മിനിറ്റ്സ് കഴിഞ്ഞ 3 ഫ്ലോ ടൈം കഴിഞ്ഞ് നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ 3 മിനിറ്റിൽ ചെയ്യാവുന്ന ആക്ടിവിറ്റീസുകൾ ചെയ്യുക. അത് നമുക്കൊരു പോസിറ്റീവ് റെസ്പോൺസ് തരികയും 3 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മളിലേക്ക് എനർജി ഉണ്ടാവുകയും ചെയ്യും. ടൈം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫാണ്, ലൈഫ് എന്ന് പറയുന്നത് എനർജിയാണ്. നമുക്ക് ടൈമിൽ നമുക്ക് എനർജി ഫ്ലോ ചെയ്താൽ മാത്രമേ അവിടെ റിസൾട്ട് ഉണ്ടാകുകയുള്ളൂ. ആക്ടിവിറ്റി അല്ല ഇമ്പോർട്ടൻസ്, റിസൾട്ട് ആണ് ഇമ്പോർട്ടൻസ്. അപ്പൊ നമുക്ക് റിസൾട്ട് തരുന്ന ആക്ടിവിറ്റിയെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നു. 80-20 റൂളിൽ നിന്ന് 1/99 റൂൾസിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ്. 1/99 റൂൾസ്, അതായത് നിങ്ങളുടെ സ്വപ്നം സാധിക്കാൻ സഹായിക്കുന്ന ആക്ടിവിറ്റി, ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടിവിറ്റി. ഈ ആക്ടിവിറ്റിക്ക് നമുക്ക് ഫ്ലോ ടൈം ചാർട്ട് ചെയ്ത് അതിനെ ഒരു ഹോളി വർക്കായി കൺസിഡർ ചെയ്യാമെങ്കിൽ മോർ എഫക്റ്റീവായി നിങ്ങൾക്ക് ആ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈ പുതുവർഷം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹപ്രദമായി മാറുകയും മോർ എഫക്റ്റീവായി നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ, അത് എംപ്ലോയി ആയിക്കൊള്ളട്ടെ, വിദ്യാർത്ഥി ആയിക്കൊള്ളട്ടെ, വീട്ടമ്മ ആയിക്കൊള്ളട്ടെ, കമ്പനിയുടെ ഓണർ ആയിക്കൊള്ളട്ടെ, ഒരു പ്രൊഫഷണൽ ആയിക്കൊള്ളട്ടെ, ആരും ആയിക്കൊള്ളട്ടെ, അവർക്ക് മോർ എഫക്റ്റീവായി റിസൾട്ട് കിട്ടാൻ ഈ ഫ്ലോ ടൈം നിങ്ങളെ സഹായിക്കുകയും 1/99 റൂള് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.